എല്ലാവർക്കും പണം വേണം. പണമില്ലാണ്ട് ഈ ലോകത്ത് ഒന്നും നടക്കില്ല. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് എന്തായാലും മിക്കവരുടെ അവസ്ഥ എന്താ വെച്ചാൽ അത് ഇപ്പോൾ മാസം അവസാനമായി. ഈ മാസം അവസാനമാകുമ്പോൾ മിക്കവരുടെയും പൈസ ഉണ്ടാവില്ല. മിക്കവരും എൻ്റെ അടുത്ത് കടം ചോദിച്ച് വിളിക്കാറുണ്ട്. എന്നെക്കാട്ടിലും 3-4 ഇരട്ടി ശമ്പളം വാങ്ങണവരടക്കം ഒരു 2000 താട, ഒരു 3000 താട, ഒരു 5000 താട ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. എന്നാൽ അവരെക്കാട്ടിലും എത്രയോ ശമ്പളം എൻ്റെ കയ്യിൽ കമ്മിയാണ്. പക്ഷെ അവരുടെ വിശ്വാസം എൻ്റെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും എന്നുള്ളതാണ്. ശരിയാണ്, എൻ്റെ കയ്യിൽ ഞാൻ അത്യാവശ്യം പൈസ ഉണ്ടാവാറുണ്ട്. അത് എന്താ വെച്ചാൽ എനിക്ക് പാരമ്പര്യ സ്വത്ത് കിട്ടിയതോ അങ്ങനെയൊന്നുമല്ല. ഞാൻ കറക്റ്റ് സേവിങ്സും കറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കറക്റ്റായി ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ്, അപ്പോൾ ഈ സമ്പാദ്യശീലം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു 5 ടിപ്സ് നിങ്ങൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത്യാവശ്യം ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഇൻകത്തിൽ വരാൻ പറ്റും. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് ലൈഫ് ജീവിക്കാനും പറ്റും. മെയിനായിട്ട് ആദ്യം വേണ്ടത് സ്ഥിരതയാണ്. ഈ സ്ഥിരത എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു സാലറി കിട്ടുകയാണെങ്കിൽ അതിനാദ്യം നിങ്ങൾ ആക്ച്വലി സേവ് ചെയ്യും, അതുപോലെ തന്നെ നിക്ഷേപിക്കുകയും വേണം. അതിന് മെയിനായിട്ട് നിങ്ങൾക്ക് 2 ബാങ്ക് അക്കൗണ്ടുകൾ വേണം. ഒന്ന് സാലറി ക്രെഡിറ്റ് ആവണ അക്കൗണ്ട്, പിന്നെ ആ സാലറിയിൽ നിന്ന് നിങ്ങളൊരു നിശ്ചിത തുക, അതായത് ഒരു 65% 10,000 രൂപയാണെങ്കിൽ 6,500 രൂപയും നിങ്ങൾ വേഗം തന്നെ ആ സ്പോട്ടിൽ തന്നെ, ഒന്നും ആലോചിക്കരുത്, ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ സ്പോട്ടിൽ തന്നെ നിങ്ങൾ വേഗം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആണ് ഞാൻ മെയിനായിട്ട് ആദ്യം ഉദ്ദേശിച്ചത്. ഒന്ന് റിയൽ എസ്റ്റേറ്റ്, ഒന്ന് ഡിവിഡൻഡ് സ്റ്റോക്കോ, ഒന്ന് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വല്ല ബ്രാൻഡിൻ്റെ ഷെയർ വാങ്ങുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഈ റിയൽ എസ്റ്റേറ്റ് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് 10 സെൻറ്റ് സ്ഥലം വേഗം 6,500 രൂപയ്ക്ക് കിട്ടണം പറഞ്ഞാൽ എന്തായാലും ഇന്നത്തെ കാലത്ത് കിട്ടില്ല. മെയിൻസായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ഷെയർസ് ആക്ച്വലി വാങ്ങാൻ പറ്റും നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അത് വാങ്ങി വയ്ക്കുക. അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാനേ പാടില്ല. എന്തായാലും റിയൽ എസ്റ്റേറ്റ് പെട്ടെന്ന് വില കൂടില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് ഡൗൺ ആണ്. പക്ഷേ ഈ റിയൽ എസ്റ്റേറ്റ് എന്തായാലും ഭാവിയിൽ നന്നായിട്ട് കൂടും. കാരണം എല്ലാവരും പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്ഥലങ്ങൾ ഇങ്ങനെ എല്ലാവരുടെയും ടൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ഗ്രാമപ്രദേശം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു 10 വർഷം കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു ചെറിയ എമൗണ്ട് അല്ല. അപ്പോൾ ഇത് ഇപ്പം തന്നെ വാങ്ങി മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ സ്ഥിരതയായിട്ടുള്ള ഇതിൽ എന്തായാലും ഇത് പെടണം. പിന്നെ അടുത്ത ഡിവിഡൻഡ് സ്റ്റോക്ക് വാങ്ങുക എന്നുള്ളതാണ്. ഈ ഡിവിഡൻഡ് സ്റ്റോക്ക് വാങ്ങുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഷെയർസ് വാങ്ങുമ്പോൾ അത് വിൽക്കും, അതിന് നേരെ എമൗണ്ട് കിട്ടും. അതാണ് സാധാ ഷെയർസ്. ഇപ്പോൾ ഡിവിഡൻഡ് സ്റ്റോക്സ് അങ്ങനെയല്ല. നിങ്ങളൊരിപ്പോൾ ഒരു കൊക്കക്കോളയുടെ ഷെയർ വാങ്ങി വിചാരിച്ചോ, അതിൻ്റെ ഡിവിഡൻഡ് സ്റ്റോക്ക് വേണം പറയുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാസം വന്നും കൊണ്ടിരിക്കും. അതാണ് ഡിവിഡൻഡ് സ്റ്റോക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ സ്ഥിരമായിട്ട് തന്നെ എപ്പോഴും ചെയ്തും കൊണ്ടേയിരിക്കണം. അല്ലാണ്ട് ഒരു മാസം ചെയ്ത് പിന്നെ അടുത്ത മാസം ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. പിന്നെ അടുത്താണ് വേഗം തന്നെ നിക്ഷേപമോ അല്ലെങ്കിൽ സേവിങ്സോ തുടങ്ങുകയാണ് മെയിനായിട്ട് വേണ്ടത്. മിക്കവരും അടുത്ത മാസം ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രായം 25 ആവട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കണവർ കുറേ മാറ്റി വെക്കണ ആൾക്കാരുണ്ട്. അങ്ങനെ മാറ്റി വെക്കരുത്. കാരണം നിങ്ങളങ്ങനെ മാറ്റി വെക്കുന്തോറും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരും. നമ്മൾ പാവപ്പെട്ടവനായിട്ടിരിക്കാൻ കാരണം അവന് ഒരു സാലറി വന്നാൽ അവൻ്റെ ആവശ്യങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക, ചിലവുകളായിരിക്കും കൂടുതലുണ്ടാവുക. അവൻ കൂടുതലും ചിലവിനെ പറ്റിയിട്ടേ ചിന്തിക്കുള്ളൂ. അവൻ കടം വാങ്ങണതും ആ ചിലവിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും. അപ്പോഴത്തെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മാത്രമേ കടം വാങ്ങുള്ളൂ. പക്ഷെ പണക്കാരങ്ങനെയല്ല. അവർ കടം വാങ്ങിയാലും അവർ വേറെ ബിസിനസ് ചെയ്യാനോ വേറെ ഇൻവെസ്റ്റ്മെൻറ്റിനോ അവർ കടം വാങ്ങുള്ളൂ. കാരണം 3 വർഷം മുമ്പ് എൻ്റെ ഒരു വല്യമ്മ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് സ്വർണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാങ്കുകാരടക്കം അവരെ പുച്ഛിച്ചു. എനിക്കും ചിരി വന്നു. ലോൺ എടുത്തിട്ടൊക്കെ ആരെങ്കിലും സ്വർണം വാങ്ങുമോ? പിന്നെ അത് ആ പലിശ അടക്കം സ്വർണത്തിന് കാശാവില്ലേ എന്നായിരുന്നു. 3 വർഷം മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 33,000 രൂപ മറ്റോ ഒരു പവൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. 60,000 രൂപയുടെ അടുത്തെത്തി. നേരെ ഡബിളായി. ഇതിൻ്റെ പകുതി പലിശ ആക്ച്വലി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. കാരണം 4% പലിശ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം ടാലി ആയി. അതാണ് ആ ബിസിനസ് മൈൻഡ്. അങ്ങനത്തെ മൈൻഡ് ആക്ച്വലി നിങ്ങൾ ഉണ്ടാക്കും വേണം. എത്രയും പെട്ടെന്ന് തന്നെ നിക്ഷേപം തുടങ്ങുകയും വേണം. പിന്നെ വെറുതെ കടന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എപ്പോഴും മാർക്കറ്റ് സ്റ്റഡി ചെയ്തും കൊണ്ടേയിരിക്കണം. ഇപ്പം അതിന് ഷെയർസ് വാങ്ങിയവരെല്ലാം ഇപ്പോൾ പെട്ടിട്ടിരിക്കുക. കാരണം എല്ലാം ഡൗണായി.
പക്ഷേ എന്തൊക്കെയായാലും അതിനെയാണ് വേണച്ച ഡൗൺ ആവണ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി ഷെയർസ് വാങ്ങുകയായിരിക്കും നല്ലത്. കാരണം അയാൾ എന്തായാലും ജയിലിൽ പോയിട്ട് എന്തായാലും ജീവപര്യന്തം ശിക്ഷിക്കുകയൊന്നുമില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വില കമ്മിയായ സമയത്ത് കൂടുതൽ ഷെയർസ് വാങ്ങി വെക്കുക. അത് എന്തായാലും അടുത്ത മാസം കൊണ്ട് നല്ലൊരു കുതിച്ചുയരൽ എന്തായാലും ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം. അതുകൊണ്ട് അങ്ങനത്തെ എപ്പോഴും മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, അതുപോലെ തന്നെ വേഗം തന്നെ അങ്ങനത്തെ ഷെയർസ് വാങ്ങി വെക്കുക. സിമ്പിൾ ടെക്നിക്കാണ്. വില കൂടുമ്പോൾ അപ്പം തന്നെ വിറ്റോ, അതാണ് ഏറ്റവും നല്ലത്. ലോങ് ടേം ഇനിയും കൂടും പറഞ്ഞിട്ട് എടുത്ത് വെക്കാൻ നിൽക്കണ്ട. അങ്ങനത്തെ ലോങ് ടേം അസറ്റ്സ് വേറെ ഉണ്ട്. പക്ഷേ ഷെയർസ് വാങ്ങുമ്പോൾ വില കൂടുമ്പോൾ വേഗം വെക്കുക തന്നെ ഏറ്റവും നല്ലത്. അപ്പോൾ അതിനൊരു ലാഭം എന്തായാലും വന്നുകൊണ്ടിരിക്കും. അത് വേണിച്ചാൽ വേറെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് എന്ത് വേണിച്ചാലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരു നല്ല കാര്യമായിരിക്കും. പിന്നെ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം വേണം. മെയിനായിട്ട് നിങ്ങളിപ്പോൾ പൈസ സേവ് ചെയ്യണത് എന്ത് കാര്യത്തിനാണ്, അങ്ങനെയുള്ളൊരു തോട്ട് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള എന്തായാലും നിങ്ങൾ എന്ത് സാധനം വാങ്ങാലും അതും കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ സാധനം കൊണ്ട്, അത് വെറും മൈൻഡിലെ ഇമോഷണൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ എപ്പോഴും മെയിനായിട്ട് വേണം. പിന്നെ എന്തായാലും എമർജൻസി ഫണ്ട് എന്തായാലും നമുക്ക് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തുക എപ്പോഴും മാറ്റി വെക്കണം നല്ലതാണ്. ആർക്കും എന്താ എപ്പോഴും സംഭവിക്കുകയെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ അടുത്ത എന്താ വെച്ചാൽ കടം പരമാവധി ഒഴിവാക്കുക. കടം വാങ്ങാണ്ടിരിക്കുക നല്ലത്. അതായത് പേഴ്സണൽ ആവശ്യത്തിനും അപ്പോൾ നടക്കേണ്ട ആവശ്യത്തിനും കടം വാങ്ങാണ്ടിരിക്കുക. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കടം വാങ്ങുക. ഇല്ലെങ്കിൽ ഇല്ലാത്ത പാട്ടിൽ തന്നെ ഇരിക്കാൻ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.